എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരം വഴിയും വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അത് മനസ്സിലാക്കി നമുക്ക് എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം പ്ലാൻ ചെയ്യാമെന്നും അതിനു വേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നും മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു ജാതകം നോക്കുക. ഇതിൽ കർക്കിടകത്തിലാണ് ചന്ദ്രൻ ഇരിക്കുന്നത്. നമ്മൾ ഗ്രഹത്തിന്റെ സഞ്ചാരം നോക്കുന്നത് ചന്ദ്രനെ വെച്ചാണ്. ചന്ദ്രൻ ഏത് ഭാവത്തിലാണോ സഞ്ചരിക്കുന്നത് അത് വെച്ചാണ് നമ്മൾ ഒരു ഗ്രഹത്തിന്റെ സഞ്ചാരം മനസ്സിലാക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഇവിടെ കർക്കിടകത്തിലിരിക്കുമ്പോൾ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് മീനം രാശിയിൽ കൂടെയാണ്. ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടക രാശിയിലുമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിൽ നിന്നും മീനം രാശിയിലേക്ക് നമ്മൾ എണ്ണുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ശനി നിങ്ങളുടെ ജാതകത്തിൽ സഞ്ചരിക്കുന്നത്. അതായത് കർക്കിടക രാശിക്കാർക്ക്, ചന്ദ്രൻ കടക്കിൽ നിൽക്കുന്ന രാശിക്കാർക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ഇവിടെയാണ് ശനി സഞ്ചരിക്കുന്നത്. 9 ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രഹത്തിന്റെ സഞ്ചാരം നോക്കുന്നത്. ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് കർക്കിടക രാശിയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. ജൂൺ 2 ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക്, മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജാതകത്തിൽ ഇല്ലെങ്കിൽ കർക്കിടക രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ വ്യാഴം ജന്മവ്യാഴമാണെന്നും കൂടി മനസ്സിലാക്കുക. 1 സഞ്ചരിക്കുന്ന വ്യാഴമായതുകൊണ്ട് അവർക്കൊക്കെ ജന്മവ്യാഴമാണെന്നും മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രഹം സഞ്ചരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് നമ്മുടെ വിവാഹ ജീവിതവുമായി, വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് ഇത് എങ്ങനെ വിവാഹ ജീവിതത്തിൽ ഇത് ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ശനിയുടെ സഞ്ചാരം എല്ലാവർക്കും അറിയാലോ. ശനി 4, 7, 10 സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് കണ്ടക ശനി എന്ന് പറയുന്നതും 8 സഞ്ചരിക്കുമ്പോഴാണ് അഷ്ടമ ശനി എന്ന് പറയുന്നതും 12, 1, 2 ഈ ഭാഗങ്ങൾ, ഈ 3 ഭാഗത്തു കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏഴര ശനി വരുന്നതുമായിരിക്കും. നമ്മൾ സാധാരണയായി എങ്ങനെയാണ് ഗ്രഹങ്ങളെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയുടെയും വ്യാഴത്തിന്റെയും രാഹുകേതുക്കളുടെയും സഞ്ചാരമാണ് ഫലം പറയാനായി നമ്മൾ നോർമലായി എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ എല്ലാ ഗ്രഹങ്ങളുടെയും സഞ്ചാരം ഷോർട്ട് ടേം ആയിരിക്കും. അതായത് 15 ദിവസം, 2 ആഴ്ച, ഇല്ലെങ്കിൽ 1 മാസം അങ്ങനെയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ശനി ഒരു രാശിയിൽ നിന്നാൽ 2.5 വർഷം ആ രാശിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾ ഒരുപാട് നമുക്ക് സ്വാധീനിക്കുന്നതായിരിക്കും. അതുപോലെ വ്യാഴവും രാഹുകേതുക്കളും 1 വർഷം ഒരു രാശിയിൽ നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സഞ്ചാരം നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യത്തിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ശനി ആദ്യം എടുക്കാം. ശനി 7 സഞ്ചരിക്കുന്ന കാലഘട്ടം, ഇല്ലെങ്കിൽ 8 സഞ്ചരിക്കുന്ന കാലഘട്ടം, ഇല്ലെങ്കിൽ 12, 1 ഈ രാശികൾ, 7 ശനി നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വിവാഹ ജീവിതം 7ാം ഭാവം നമ്മുടെ ജാതകത്തിൽ ബലക്കുറവിലോ എന്തെങ്കിലും പാപബന്ധമോ ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ കാലഘട്ടത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് 7, 8, 12, 1, 2 ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന സമയം നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് നമുക്ക് 6ലേക്കൊക്കെ ശനി വന്നു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ, അടുത്ത് നമുക്ക് 7ലേക്കാണ് ശനി വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി മുൻകൂട്ടി ചെയ്യാവുന്നതാണ്. മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ശനി 7ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി നമുക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ശാസ്താവിന് എള്ളുപായസം, ഇല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് അമ്പലത്തിൽ പോയി നീരാഞ്ജനം ഇതൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് ആശ്വാസം ലഭിക്കും. പിന്നീട് ജാതകത്തിലെ ദശയും നിങ്ങൾക്ക് നടക്കുന്ന ദശാകാലങ്ങളും കൂടാതെ അപഹാരങ്ങളും നോക്കിയിട്ട് വേണം പരിഹാരങ്ങൾ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ ചെയ്താൽ മാത്രം പോരാ, കൂടാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിനെ നേരിടാൻ പറ്റും, എന്തൊക്കെ രീതിയിലാണ് പ്രശ്നങ്ങൾ വരുമോ എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട മാറ്റങ്ങൾ നമ്മൾ സ്വയം എടുക്കേണ്ടതുമാണ്.
അല്ലാതെ എല്ലാം പരിഹാരം കൊണ്ട് മാത്രം ശരിയാവണം എന്നില്ല. അതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ വേഴം, ജന്മവേഴം ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരാൻ, ജാതകത്തിൽ വേഴം ബലക്കുറവോ നീചനോ ആയിട്ടിരിക്കുകയാണെങ്കിൽ ജന്മവേഴം വരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരാൻ, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ 2-ൽ വേഴം സഞ്ചരിക്കുന്ന സമയവും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. മെയിനായി സ്ത്രീ ജാതകത്തിൽ 2-ൽ വേഴം ഗോചരവശാൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് വേഴത്തിന് ബലക്കുറവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതലായി പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ പല ജാതകങ്ങളിലും വ്യക്തമായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേഴം നമ്മുടെ ജാതകത്തിൽ 8-ാം ഭാവാധിപനൊക്കെയായി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 8-ലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ വേഴം 8-ൽ കൂടെ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതും ഞാൻ ഒരുപാട് ജാതകത്തിൽ കണ്ടിട്ടുണ്ട്. അവരിലെയും പ്രശ്നം വന്ന് ഡിവോഴ്സിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. കൂടാതെ വേഴം 7-ൽ നിൽക്കുന്ന സമയത്ത് വലിയ ദോഷങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, വേഴത്തിന്റെ സഞ്ചാരം 7-ൽ പോകുന്ന സമയത്ത്. എന്നാലും ജാതകത്തിൽ വേഴത്തിന് ബലക്കുറവാണെങ്കിൽ 7-ൽ സഞ്ചരിക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വേഴത്തിന് വേണ്ട പരിഹാരങ്ങൾ കറക്റ്റായി ചെയ്യാൻ, ഇങ്ങനെയുള്ള നമ്മുടെ ജാതകത്തിൽ വേഴം നീചനോ ഇല്ലെങ്കിൽ വേഴം 6, 8, 12-ൽ നിൽക്കുകയോ ഇല്ലെങ്കിൽ മാരകബന്ധത്തോടുകൂടിയോ പാപനായ രാഹുകേതുക്കളുടെ കൂടിയോ ഒക്കെ നിൽക്കുന്ന വേഴമാണെങ്കിൽ നിങ്ങൾ വിഷ്ണു പ്രീതി വരുത്തേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിൽ വിഷ്ണു പ്രീതിക്ക് വേണ്ടത് പാൽപായസമോ ഇല്ലെങ്കിൽ നെയ്യോ, നിങ്ങൾക്ക് തുളസിമാലയോ, ഇതൊക്കെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ഇല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെയൊക്കെ പോയി നന്നായി പ്രാർത്ഥിക്കുക. വേണ്ട പരിഹാരങ്ങളൊക്കെ ഇതൊക്കെ ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത്, പാൽപായസമൊക്കെ കൊടുക്കുന്നത് തന്നെ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നോക്കേണ്ടത് രാഹുകേതുക്കളുടെ സഞ്ചാരമാണ്. രാഹുകേതുക്കൾ, പ്രത്യേകിച്ച് രാഹുവോ കേതുവോ 7-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം, ഈ സമയത്ത് നിങ്ങളുടെ ദശയും അപഹാരവും മോശമായി നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാഹു ദശയല്ലെങ്കിൽ ശനി ദശ, അതുപോലെ 7-ാം ഭാവാധിപന്റെ ദശ, 7-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ, ഇതൊക്കെ നടക്കുന്ന സമയമോ ഇല്ലെങ്കിൽ രാഹുവിൽ ഇതുപോലെ 7-ാം ഭാവാധിപന്റെയോ 7-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയോ ഒക്കെ അപഹാരം നടക്കുന്ന സമയത്ത് രാഹുകേതുക്കൾ 7-ലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഉറപ്പായും, പ്രത്യേകിച്ച് രാഹു സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബ്രേക്ക് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ നിരീക്ഷണത്തിന് വിട്ടുതരുന്നു. നിങ്ങൾ നോക്കുക, ജാതകം എടുത്ത് പരിശോധിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കേതു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഡിറ്റാച്ച്മെന്റ് രണ്ടുപേരും തമ്മിൽ വരാനും ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഞാൻ കണ്ടിട്ടുമുണ്ട്. പ്രത്യേകിച്ച് നല്ല സ്നേഹബന്ധത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേതു 7-ലൂടെ സഞ്ചരിക്കുകയൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് മോശം ദശാകാലമോ സമയമോ നടക്കുന്ന സമയത്തും കൂടിയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പുതുതായി പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരിക, അതുമൂലം രണ്ടുപേരും ഡിറ്റാച്ച് ആയി പോവുക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഒന്നും അത്ര സ്ട്രോങ് ആയി ഞാൻ കണ്ടിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഞാൻ അധികം ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടില്ല. ഒക്കെയാണ് നമ്മൾ കൂടുതലായി കണ്ടിരിക്കുന്നതും ഞാൻ എന്റെ നിരീക്ഷണത്തിൽ കണ്ടതുമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. പല ജാതകങ്ങളുടെയും നിരീക്ഷണത്തിൽ കണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നതൊന്നും മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾക്കും നോക്കി, നിങ്ങളുടെ ജാതകവും നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ജാതകത്തിലും കൂടി നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരു സംശയം എല്ലാവരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ ഗ്രഹങ്ങളും ഏതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫലങ്ങൾ തരുന്നത് അല്ലെങ്കിൽ മോശ ഫലങ്ങൾ തരുന്നത്? അപ്പൊ ഞാൻ ഏതെങ്കിലും ഒന്ന് പറയാം. നല്ല ഫലങ്ങൾ തരുന്ന പൊസിഷൻസ് ഞാൻ ഓരോ ഗ്രഹങ്ങളുടെയും പറയാം. ചന്ദ്രാൽ നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ഏത് ഭാവത്തിലാണോ സഞ്ചരിക്കുന്നത് അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഫലങ്ങൾ തരുമോ പോസിറ്റീവ് ഫലം തരുമോ എന്ന് ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് സൂര്യൻ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പോസിറ്റീവ് ഫലം തരും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സൂര്യൻ 3, 6, 10 ഈ ഭാവങ്ങളുള്ളിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫലങ്ങൾ ആണ് സൂര്യനിൽ നിന്നും നമുക്ക് കിട്ടുക. മനസ്സിലായല്ലോ? ബാക്കി എല്ലാ ഭാഗങ്ങളിലും സൂര്യൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മോശ ഫലങ്ങളാണ് തരിക. പിന്നെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി നിങ്ങളോട് പറയാനുള്ളത്, ബാക്കി എല്ലാ ഭാഗങ്ങളുള്ളിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മോശമായിരിക്കുമോ കിട്ടുക? 7-ാം ഭാവത്തിലൂടെ ഒരാളുടെ ജാതകത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മോശം ഫലം ആയിരിക്കുമോ കിട്ടുക? ഒരിക്കലുമല്ല, എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ ജാതകത്തിൽ ശനി മോശം ഭാവത്തിലിരിക്കുകയോ ശനിക്ക് ബലക്കുറവ് വരികയോ 7-ാം ഭാവത്തിന് ബലക്കുറവ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും മോശം ഫലം കിട്ടും. എന്നാൽ നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം.
അഷ്ടവർഗ പട്ടിക നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ സാധാരണ ഏത് സോഫ്റ്റ്വെയറിലാണോ നിങ്ങൾ ജാതകം നോക്കുന്നത് ആ സോഫ്റ്റ്വെയറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു അഷ്ടവർഗ പട്ടിക ഉണ്ടാവും. അഷ്ടവർഗ പട്ടികയിൽ ശനി 3 3ൽ കുറവോ ആണ് ശനിയുടെ പോയിന്റ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നെഗറ്റീവ് ഫലം നന്നായി അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് 0, 1 2 നിൽക്കുകയാണെങ്കിൽ ഈ ശനിയുടെ നെഗറ്റീവ് ഫലം നിങ്ങൾക്ക് നന്നായി അനുഭവിക്കേണ്ടി വരും. 3 3ൽ കുറവോ ആണെങ്കിൽ 5 5ന് മേലെയോ, പ്രത്യേകിച്ച് 6 7 അപൂർവമാണ് ഞാൻ കണ്ടിട്ടുള്ളത്, 6 ഒരു രാശിയിൽ അഷ്ടവർഗമുള്ളത് എങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അധികം അനുഭവിക്കേണ്ടി വരില്ല. ചിലപ്പോൾ നമുക്ക് ഈ കണ്ടക ശനിയും ഏഴര ശനിയും ഒന്നും വന്നതേ അറിയാതെ പോകും. ചിലവർക്ക് നമുക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാവും, കണ്ടക ശനിയാണല്ലോ, എന്താണ് ഒന്നും പറ്റാത്തത്, നിങ്ങൾക്കൊരു നെഗറ്റീവും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അതിന് കാരണം? അവരുടെ അഷ്ടവർഗം 5നോ 5നു മേലെയോ 6 എങ്ങാനും ആയിരിക്കും ആ രാശിയിൽ അവർക്ക് ഉണ്ടാവുക. നമുക്ക് ഓരോരോ രാശിയിലും നമുക്ക് അഷ്ടവർഗം കറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഇതിൽ നോക്കിയാൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ടേബിൾ. ഇതിൽ അഷ്ടവർഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ രാശിയിലും ശനിക്കും വേഴത്തിനും എല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടവർഗം 3നോ 3ന് കുറവോ ആണെങ്കിൽ ഇതിന്റെ ഫലങ്ങൾ തീർച്ചയായും നല്ല നെഗറ്റീവാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ് നമ്മൾ നോക്കുക, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചന്ദ്രനിലേക്ക് പോവാം. ചന്ദ്രൻ 1 3 6 7 10 11 ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങൾ തരുന്നു. അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അനുകൂലമല്ലാത്ത ഫലങ്ങളും തരുന്നു. അടുത്തത് ചൊവ്വ 3 6 11. ചൊവ്വ 3 6 11ൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ഫലങ്ങൾ തരുന്നതും ബാക്കിയെല്ലാം തന്നെ മോശം അനുഭവമായിരിക്കും ഉണ്ടാവുക. ബുധൻ 2 4 5 7 8 10 11 12 ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ നമുക്ക് നല്ല അനുഭവങ്ങൾ തരുന്നതും ബാക്കിയെല്ലാം മോശമായിരിക്കും. അതുപോലെ തന്നെ വ്യാഴം 2 5 7 9 11 ഇതിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങൾ തരികയും ബാക്കിയെല്ലാം മോശം അനുഭവവുമായിരിക്കും എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ശുക്രൻ 1 2 3 4 5 8 9 12 ഈ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ശുക്രൻ നമുക്ക് നല്ല അനുഭവങ്ങൾ തരികയും ബാക്കിയുള്ള ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മോശം അനുഭവമാണ് ശുക്രൻ തരുന്നതായി കണ്ടിട്ടുള്ളത്. അടുത്തതായി ശനി 3 6 11ൽ സഞ്ചരിക്കുന്ന സമയത്ത് ശനി നമുക്ക് നല്ല അനുഭവങ്ങളാണ് തരുന്നത്. ശനി എല്ലാം മോശമല്ല. 3ലും 6ലും 11ലും ശനി സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട സുഖാനുഭവങ്ങൾ തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ശനി ബലപ്പെട്ട് ജാതകത്തിൽ നിൽക്കുകയൊക്കെയാണെങ്കിൽ നല്ല ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കിട്ടുന്നതെന്ന് ഉറപ്പിച്ചു പറയാം. അടുത്തതായി രാഹുകേതുക്കൾ 3 6 10 11ലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് രാഹുകേതുക്കൾ നമുക്ക് നല്ല അനുഭവങ്ങൾ തരികയും വേറെ എല്ലാ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മോശം അനുഭവങ്ങളാണ് പൊതുവായി കണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം, ഗോചരം നമുക്ക് എങ്ങനെ ബാധിക്കുന്നു, പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം, ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പൊ എല്ലാവരും അവരവരുടെ ജാതകമൊക്കെ എടുത്ത് ഏതൊക്കെ ഭാവത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് നോക്കി വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മനസ്സിലായല്ലോ. കൺസൾട്ടേഷൻ വേണ്ടവർ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.